സയൻസ് സോണിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഫിസിക്സ് നോക്കാം. ഫിസിക്സിലെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ പരിചയപ്പെടുന്നത്, മോഷൻ. മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ്. ചലനം. മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മളൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കാം. നമ്മളൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നു, നമ്മളൊരു സീറ്റിലിരിക്കുന്നു, വേറെ കുറേ പാസഞ്ചേഴ്സ് അങ്ങനെ സീറ്റുകളിൽ ഇരിപ്പുണ്ട്. ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി കണ്ടക്ടർ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ സീറ്റിലിരുന്നു കൊണ്ട് ബാക്കി ഇരിക്കുന്ന ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും റെസ്റ്റിലാണ് എന്ന് നമ്മൾ പറയും. കാരണം അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ കണ്ടക്ടറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ബസ്സിൻ്റെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുന്ന, ചിലപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ബാക്കിലേക്ക് വരും. അപ്പോൾ നമ്മൾ പറയും ഹീ ഈസ് അറ്റ് മോഷൻ, ദ കണ്ടക്ടർ ഈസ് അറ്റ് മോഷൻ, ഓൾ ദ പാസഞ്ചേഴ്സ് ഹു സിറ്റിംഗ് ഇൻ ദ ബസ് ആർ അറ്റ് റെസ്റ്റ്. ആ ബസ്സിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് എല്ലാം റെസ്റ്റിലും ആ കണ്ടക്ടർ മോഷനിലുമാണ് എന്ന് നമ്മൾ പറയും. അന്നേരം ഈ ബസ്സിന് പുറത്ത് റോഡിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം ഈ ബസ്സിനകത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് കണ്ടക്ടർ മോഷനിലാണ്, ആ ബസ്സിനകത്ത് ഇരിക്കുന്നവരും മോഷനിലാണ് എന്നേ പറയും. കാരണം ആ പുറത്ത് നിൽക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ആ ബസ്സിനകത്തിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അവരിങ്ങനെ ബസ്സിനോടൊപ്പം തന്നെ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനുള്ളിൽ ഇരിക്കുന്ന ഒരാൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാം റെസ്റ്റിലാണെന്ന് പറയുന്നു. എന്നാൽ ബസ്സിന് പുറത്ത് റോഡിൽ നിൽക്കുന്ന ഒരാൾ പറയുന്നു ഈ എല്ലാ പാസഞ്ചേഴ്സും മോഷനിലാണ്. അപ്പം നമുക്ക് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് വേറൊരു ബേസിസിനെ, വേറൊരു അടിസ്ഥാന ഘടകത്തിനെ നമ്മൾ എടുക്കും. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ബസ്സിനകത്തിരുന്നു കൊണ്ട് ബസ്സിലുള്ള പാസഞ്ചേഴ്സ് എല്ലാം റെസ്റ്റിലാണെന്ന് പറഞ്ഞു. കാരണം ബസ്സിനകത്തിരിക്കുന്ന ആള് ഈ ബാക്കിയുള്ള പാസഞ്ചേഴ്സ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത് ബസ്സിനെ അടിസ്ഥാനമാക്കിയാണ്, അല്ലേ? അപ്പൊ ബസ്സിനെ അടിസ്ഥാനമാക്കി ബസ്സിനെ അടിസ്ഥാനമാക്കുമ്പോൾ ബസ്സിന് അകത്തുള്ള ബാക്കിയുള്ള യാത്രക്കാരെല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നു. അവരുടെ പൊസിഷൻ, സ്ഥാനം ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാൽ കണ്ടക്ടർ നോക്കുമ്പോഴത്തേക്ക് ആദ്യം ബസ്സിന്റെ മുൻവശത്തായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ബസ്സിന്റെ പിൻവശത്ത് വരും. അപ്പൊ ബസ്സിനെ അപേക്ഷിച്ച് അയാളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബസ്സിന് പുറത്ത് നിന്ന് റോഡിൽ നിൽക്കുന്ന ഒരാളാണ് ഇതിനെയൊക്കെ നോക്കുന്നതെങ്കിൽ, ബസ്സിനെയും അതിനകത്തിരിക്കുന്ന യാത്രക്കാരെയും പാസഞ്ചറെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അടിസ്ഥാനമാക്കി എടുക്കുന്ന റോഡിനെയോ അല്ലെങ്കിൽ അയാളെ തന്നെയോ ആയിരിക്കും. ഇപ്പോൾ ഞാനാണ് റോഡിന് പുറത്ത് നിൽക്കുന്ന ആൾ. അപ്പം ഞാൻ ആ ബസ്സിനെ നോക്കുമ്പോൾ ഇപ്പോൾ ബസ് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ പൊസിഷൻ ഇതാണ്, എന്നെ വെച്ച് നോക്കുമ്പോൾ ബസ്സിൻ്റെ പൊസിഷൻ ഇതാണ്. കുറച്ച് കഴിയുമ്പോൾ ബസ് ഇവിടെ എത്തി, അപ്പോൾ എന്നെ വെച്ച് നോക്കുമ്പോൾ ബസ്സിൻ്റെ പൊസിഷൻ അതാണ്. അപ്പോൾ ബസ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബസ്സിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് അകത്തുള്ള ആളുകളും എല്ലാവരും, ഇരിക്കുന്നവരായാലും നിൽക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന കണ്ടക്ടർ ആയാലും ഇവരെല്ലാവരും ആ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും ബസ്സിനകത്തുള്ള എല്ലാവരും മോഷനിലാണ്. അപ്പം ഞാൻ അടിസ്ഥാനമായി എടുത്തത് എന്നെയോ അല്ലെങ്കിൽ റോഡിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിൽഡിങ്ങിനെയോ റോഡ് സൈഡിലുള്ള മരത്തിനെയോ അങ്ങനെ എന്തെങ്കിലും വസ്തുവിനെ ആയിരിക്കും. അപ്പോൾ ഒരു വസ്തു റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ എന്ന് പറയണമെങ്കിൽ നമ്മൾ മറ്റൊരു വസ്തുവിനെ ബേസിസ് ആയി എടുക്കുക, അടിസ്ഥാന ഘടകമായി എടുക്കുക. അങ്ങനെ നമ്മൾ ഒരു വസ്തുവിനെ മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ നമ്മൾ വേറൊരു ബോഡിയെ റഫറൻസ് ബോഡിയാക്കി എടുക്കും. അതാണ് നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പോയിന്റ്, റഫറൻസ് ബോഡി. റഫറൻസ് ബോഡി. അപ്പൊ എന്താണ് റഫറൻസ് ബോഡി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഒരു വസ്തു റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ അല്ലെ പ്രസ്താവിക്കാൻ നമ്മൾ റഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ ബേസിസ് ആയി എടുക്കുന്ന അനദർ ബോഡിയെ വിളിക്കുന്ന പേരാണ് റഫറൻസ് ബോഡി. അപ്പൊ റഫറൻസ് ബോഡിയെ വെച്ചാണ് നമ്മൾ ഏതൊരു വസ്തുവും റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത്. പശു, വയലിൽ കൂടി മേഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പശു, അത് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും അത് മോഷനിലാണെന്ന് പറയും. ആ പശുവിൻ്റെ പുറത്തിരിക്കുന്ന ഒരു കാക്ക നമ്മൾ നോക്കുമ്പോൾ അതും പശുവിനോടൊപ്പം മോഷനിലാണ്. അപ്പം നമ്മൾ പറയും ആ കാക്കയും മോഷനിലാണെന്ന് പറയും. എന്നാൽ പശു നോക്കുമ്പോൾ പശുവിൻ്റെ മുകളിൽ ഈ കാക്ക അനങ്ങാതെ ഇരിക്കുകയാണ്, അപ്പോൾ അത് റെസ്റ്റിലാണെന്ന് പശു പറയും.
അതാണ് ഈ റഫറൻസ് ബോഡികൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ റഫറൻസ് ബോഡിയെ വെച്ച് റഫറൻസ് ബോഡിയെ അപേക്ഷിച്ചാണ് നമ്മളൊരു വസ്തു റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇനി ഒരു റഫറൻസ് ബോഡിയെ വെച്ച് നോക്കുമ്പോൾ ഒരു വസ്തു പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അത് മോഷനിലാണെന്ന് പറയും. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണെന്നും പറയും. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ ഒരു വസ്തു മോഷനിലാണെന്ന് പറയണമെങ്കിൽ എ ബോഡി ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ബോഡി. ഒരു ബോഡി റെഫറൻസ് ബോഡിയെ അപേക്ഷിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പറയാൻ പറ്റും should it be in motion. If its position does not changes with respect to the reference body, we can say the body is at rest. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ റെസ്റ്റിലെന്നും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ മോഷനിലെന്നും പറയും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൂമിനകത്ത് കിടന്നുറങ്ങിയാണ്, കട്ടിൽ കിടന്നുറങ്ങിയാണ് രാത്രി. അന്നേരം വേറെ ഏതൊരു റെഫറൻസ് ബോഡിയെ എടുത്ത് നോക്കിയാലും നമ്മൾ റെസ്റ്റിലാണെന്നേ പറയത്തുള്ളൂ. കട്ടിലിനെ എടുത്ത് നോക്കിയാലും വീടിന് പുറത്തുള്ള വസ്തുക്കൾ എടുത്ത് നോക്കിയാലും ഏതിനെ നോക്കിയാലും നമ്മൾ റെസ്റ്റിൽ തന്നെയാണ്, കിടന്നുറങ്ങിയാണ്. പക്ഷേ അങ്ങ് മൂണിൽ നിൽക്കുന്ന ഒരാൾ, അങ്ങ് മൂണിൽ ചന്ദ്രനിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെ നോക്കുകയാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഭൂമിയോടൊപ്പം കിടന്നിങ്ങനെ നമ്മൾ കട്ടിലടക്കം നമ്മുടെ റൂം അടക്കം ഭൂമിയോടൊപ്പം കിടന്ന് കറങ്ങുകയാണ്. അപ്പം മൂണിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? മൂണിനെ റെഫറൻസ് ബോഡിയാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ദ ബോയ് ഈസ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ദ ഗേൾ ഈസ് അറ്റ് റെസ്റ്റ്. അവൻ കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും അവൻ റെസ്റ്റിലാണ് എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. കാരണം അദ്ദേഹം മൂണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഭൂമി ഉൾപ്പെടെ ഇതെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അയാൾ പറയും ഹീസ് അല്ലെങ്കിൽ ഷീസ് അറ്റ് മോഷൻ. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റൂമിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഉറങ്ങിക്കിടക്കുകയാണ്, റെസ്റ്റിലാണെങ്കിലും വേറൊരു അല്ലെങ്കിൽ എർത്തിന് പുറത്തുള്ള വേറെ ഏതെങ്കിലും പ്ലാനറ്റിലോ സ്റ്റാറിലോ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് മോഷനിലാണ്. അപ്പം നമ്മുടെ ഈ ഭൂമിയിലെ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, മരങ്ങൾ ഇതെല്ലാം റെസ്റ്റിലാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഭൂമിക്ക് വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്തിലാണ്? മോഷനിലാണ്. അപ്പം നമ്മൾ മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയണമെങ്കിൽ റെഫറൻസ് ബോഡിയെ വെച്ച് വേണം പറയാൻ. റെഫറൻസ് ബോഡിയെ വെച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മോഷനിലാണെന്നും റെഫറൻസ് ബോഡിയെ വെച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ റെസ്റ്റിലാണ് എന്നും പറയും. ഈ റെസ്റ്റ് നമുക്ക് വേണ്ട, കാരണം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ മോഷനാണ്. അപ്പം നമുക്കിനി മോഷൻ എന്താണെന്ന് അറിയാം. ഇനി മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഇതാ നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് രാമു എന്ന് പറയുന്ന ആള് നടന്ന് ദാ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലെത്തി. അപ്പം ഇയാൾ മോഷനിലല്ലേ? മോഷൻ ആയതുകൊണ്ടാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയത്. അതല്ലെങ്കിൽ അയാൾ എയിൽ മാത്രം നിൽക്കത്തേ ഉള്ളൂ. അയാൾ റെസ്റ്റിലായിരുന്നെങ്കിൽ എയിൽ നിൽക്കത്തേ ഉള്ളൂ. അയാൾ മോഷനിലാണ്. ദാറ്റ് മീൻസ് അയാൾ മൂവ് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ അയാൾ നടന്ന് വന്ന എത്ര ദൂരമാണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? നടന്നു വന്ന വഴിയുടെ നീളം, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ദൂരം എന്ന അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ദൂരം അളക്കുന്നത് ആ വഴിയുടെ നീളത്തിനെയാണ്. അതായത് ഇവിടെ വസ്തു സഞ്ചരിച്ച അല്ലെങ്കിൽ ഈ രാമു സഞ്ചരിച്ച ലെങ്ത് ഓഫ് ദ പാത്ത്, സഞ്ചരിച്ച പാതയുടെ ലെങ്ത് അത് അളന്ന് നോക്കിയിട്ട് നമ്മൾ എഴുതി വെക്കും 100 മീറ്റർ ആയിരുന്നു. അപ്പം 100 മീറ്റർ എന്ന് എഴുതി. സോ എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ പാത്ത് ആണ്. ലെങ്ത് ഓഫ് ദ പാത്ത് വിച്ച് ഒബ്ജക്റ്റ് ട്രാവൽഡ്. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത പാത്തിന്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ്. അറിയാം, ലെങ്ത് ആണെങ്കിൽ ലെങ്ത് അളക്കുന്ന യൂണിറ്റ് മീറ്റർ ആണെന്നും പഠിച്ചിട്ടുണ്ട്. സോ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ 100 മീറ്റർ ആണ് ഇവിടെ രാമു ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ഇനി ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ രാമു 10 സെക്കൻഡ് എടുത്തുവെങ്കിൽ ഓരോ സെക്കൻഡിലും 10 നോക്കുക, 10 സെക്കൻഡിലാണ് 100 മീറ്റർ ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്ത് കാണൂലേ? അതായത് ഒരു സെക്കൻഡിൽ രാമു സഞ്ചരിച്ച ദൂരം 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ രാമുവിൻ്റെ വേഗത, സ്പീഡ് 10 മീറ്റർ
ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സ്പീഡ് എന്ന് വെച്ചാൽ ഇതാണ്, ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പീഡ്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ ഇൻ യൂണിറ്റ് ടൈം. സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ് അല്ലേ, സോ സെക്കൻഡ് എന്ന് പറയുന്നതിന് പകരം യൂണിറ്റ് ടൈം എന്ന് പറയാം. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ദ സ്പീഡ്. അപ്പൊ സ്പീഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 100/10 ആണ് നമുക്ക് 10 എന്ന് കിട്ടിയത്. 100/10, 100 എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ഇവിടുത്തെ ടൈമാണ്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ m ഡിവൈഡഡ് ബൈ s നെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതും. സോ ദ യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാനുള്ളത് ഇങ്ങനെയാണ്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എടുക്കുക, അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് കിട്ടും. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോ ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ രാമുദ ഇങ്ങനെയാ ട്രാവൽ ചെയ്ത, എയിൽ നിന്ന് ബി വരെയും ബിയിൽ നിന്ന് സി വരെയും ട്രാവൽ ചെയ്തു. എയിൽ നിന്ന് ബി വരെ ട്രാവൽ ചെയ്തത് 40 മീറ്റർ ആണ്, അതിന് അദ്ദേഹം 4 സെക്കൻഡ് സമയമെടുത്തു. ഇവിടെ 20 മീറ്റർ ട്രാവൽ ചെയ്തു, അതിന് 2 സെക്കൻഡ് സമയമെടുത്തു. അപ്പൊ എ തൊട്ട് ബി വരെ 40 മീറ്റർ 4 സെക്കൻഡിലും ബി തൊട്ട് സി വരെ 20 മീറ്റർ 2 സെക്കൻഡിലും ട്രാവൽ ചെയ്തു. അപ്പൊ ഇവിടുത്തെ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 40/4 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ സ്പീഡ് ചോദിച്ചു കഴിഞ്ഞാൽ 20/2 അതും 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടുത്തെ രണ്ടിടത്തെയും സ്പീഡ് സെയിം ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇതേ സ്പീഡിൽ എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് സ്പീഡിൽ വന്നോ അതേ സ്പീഡിൽ തന്നെയാണ് ബിയിൽ നിന്ന് സിയിലേക്കും വന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുത്തെ സ്പീഡ് ഒരുപോലെയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ടൈം ഇൻ്റർവെല് 1 വെച്ച് നോക്കാവൂ. അപ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. 2 സെക്കൻഡ് ആണെങ്കിൽ ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ വെച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ 2 സെക്കൻഡിൽ ഇവിടെ 20 കിട്ടിയത്. അതായത് ഇവിടെ നമ്മൾ ടൈം ഇൻ്റർവെൽ ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്താൽ അതായത് 10 സെക്കൻഡ് 10 സെക്കൻഡ് 10 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 5 5 5 5 അങ്ങനെ ഓരോ ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുത്താൽ ആ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ ആണെങ്കിൽ അടുത്ത 2 സെക്കൻഡിലും 10 മീറ്റർ, അടുത്ത 2 സെക്കൻഡിലും 10 മീറ്റർ. അപ്പോൾ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഒരേപോലെ ഉള്ളതിനെ നമ്മൾ യൂണിഫോം എന്ന് പറയാറുണ്ട്. സോ നമുക്ക് ഈ സ്പീഡിനെ യൂണിഫോം സ്പീഡ് എന്ന് പറയാം. അപ്പോൾ എന്താണ് യൂണിഫോം സ്പീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഇഫ് ആൻ ഒബ്ജക്റ്റ് ട്രാവൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ദ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് വിൽ ബി യൂണിഫോം, അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഹാവിങ് യൂണിഫോം സ്പീഡ്. ഇതൊരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തതാണ് 10 മീറ്റർ 20 മീറ്റർ 30 മീറ്റർ 40 മീറ്റർ, ഇവിടെ എത്തിയപ്പോൾ 50 മീറ്റർ അത് മൊത്തം ട്രാവൽ ചെയ്തു. ഇവിടെ ആ ട്രാവൽ ചെയ്ത ഓരോ ഇന്റർവെല്ലിനെയും 2 സെക്കൻഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തേക്കണം. സോ ഇറ്റ്സ് ഈക്വൽ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. ഓരോ 2 സെക്കൻഡിലും ഇവിടെ 2 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്തു. ഇവിടെ 2 തൊട്ട് 4 വരെ ഇവിടെ 2 സെക്കൻഡ് ഉണ്ട്, അതിന് 10 മുതൽ 20 വരെ ട്രാവൽ ചെയ്തു. അവിടെയും 10, ഇവിടെയും 10, ഇവിടെയും 10. അപ്പോൾ ഓരോ ഈക്വൽ ടൈം ഇന്റർവെല്ലിലും ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തത് ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്കിത് യൂണിഫോം സ്പീഡാണെന്ന് പറയാം. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കുക. ഇത് നോക്കുക, ഇവിടെ 2 സെക്കൻഡിൽ 10, ഇവിടെ 2 സെക്കൻഡിൽ 5, ഇവിടെ 2 സെക്കൻഡിൽ 5, ഇവിടുത്തെ 2 സെക്കൻഡിൽ 20, ഇവിടുത്തെ 2 സെക്കൻഡിൽ 10. അപ്പോൾ ഇത് ട്രാവൽ ചെയ്തേക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല. ഇറ്റ് ട്രാവൽസ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസ്, തുല്യമല്ലാത്ത ദൂരങ്ങളാണ് ഇത് ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് യൂണിഫോം അല്ല. ഇങ്ങനെയുള്ള സ്പീഡിനെ നമ്മൾ പറയും നോൺ യൂണിഫോം. അപ്പോൾ യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണെങ്കിൽ അത് യൂണിഫോം സ്പീഡാണ്.
അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡ്. അപ്പോൾ യൂണിഫോം സ്പീഡ് തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒബ്ജക്റ്റിന്റെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു അടച്ചങ്ങ് പറയാം, ഒബ്ജക്റ്റിന് എപ്പോഴും ഒരേ സ്പീഡായിരിക്കും. അതുകൊണ്ട് ഏത് സമയത്തെ സ്പീഡ് വേണമെങ്കിലും നമുക്ക് ഇവിടെ യൂണിഫോം സ്പീഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ സ്പീഡായിട്ട് പറയാം. പക്ഷേ ഈ നോൺ യൂണിഫോം സ്പീഡുള്ള സിറ്റുവേഷനിൽ നമുക്ക് സ്പീഡ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സ്പീഡ് പറയുന്നത്? ഇവിടുത്തെ ഇതുതൊട്ട് ഇതുവരെ സ്പീഡ് 10 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 10/2 5 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ 2.5 ഉണ്ടായിരുന്നു, ഇവിടെ 5/2 2.5 ഉണ്ടായിരുന്നു, ഇവിടെ 20/2 10 ഉണ്ടായിരുന്നു, ഇവിടെ 5 ഉണ്ടായിരുന്നു. ഇങ്ങനെ നമുക്ക് ഓരോ സിറ്റുവേഷനിലെയും സ്പീഡ് പറയാൻ പറ്റത്തില്ല. അപ്പം നോൺ യൂണിഫോം സ്പീഡ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ സ്പീഡ് എടുക്കുമ്പോൾ ആവറേജ് സ്പീഡാണ് എടുക്കുന്നത്. അതായത് ഓരോ സ്പീഡ് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കത്തില്ല, നമ്മൾ ആവറേജ് സ്പീഡ് എടുത്ത് നോക്കും. ആവറേജ് സ്പീഡ് കണക്കാക്കാൻ ഇത് രണ്ടുമേ എടുക്കത്തുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മൊത്തത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു, അത് സഞ്ചരിക്കാൻ എടുത്ത സമയം എത്ര, 50/10 ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ ആവറേജ് സ്പീഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. യൂണിഫോം സ്പീഡ് എന്ന് വെച്ചാൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതിൻ്റെ സ്പീഡ് ആദ്യവും അവസാനവും ഇടയ്ക്കും ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം ആണെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡാണ്. അതിൻ്റെ സ്പീഡ് പല സിറ്റുവേഷനിലും ഡിഫറൻ്റ് ആയിരിക്കും. സോ നമ്മൾ അത്തരം സിറ്റുവേഷനിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചു അതിനെ മൊത്തം സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. വീണ്ടും ഇങ്ങോട്ട് വരാം. എയിൽ നിന്ന് ബി വരെ 40 മീറ്റർ, ബിയിൽ നിന്ന് സി വരെ 20 മീറ്റർ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് മൊത്തം എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് 40 + 20 ഈസ് ഈക്വൽ ടു 60 മീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്തത്. അതിനെടുത്ത ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ 4 + 2 ഈസ് ഈക്വൽ ടു 6 സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 60/6 ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് സ്പീഡ്. ഈ ഓബ്ജക്റ്റിന്റെ പൊസിഷൻ, അതായത് എയിലിരുന്ന രാമു ബി വഴി സിയിലേക്ക് എത്തി. ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എത്ര ചേഞ്ച് ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഈ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഇവിടെ വരെ എത്തി, എത്ര പൊസിഷൻ ചേഞ്ച് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയൂല 60 മീറ്റർ മാറി ഇവിടെ വന്നിരിക്കുകയാണെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഒരു വസ്തുവിന്റെ സ്ഥാനം എത്ര മാറി എന്ന് നമ്മൾ നോക്കുന്നത് ഇവിടെ എയിലിരുന്നു, ഇപ്പൊ എവിടെ ഇരിക്കുന്നു, സിയിലിരിക്കുന്നു. അപ്പോൾ ഇതുവരെ എത്ര മാറി എന്നല്ലേ നമ്മൾ നോക്കത്തുള്ളൂ. അതായത് ഈ പോയിന്റ് എയെ നമ്മൾ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയും. അതായത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥാനം ഇനിഷ്യൽ പൊസിഷൻ. സിയെ നമ്മൾ പറയും ഫൈനൽ പൊസിഷൻ, ഇപ്പോഴുള്ള സ്ഥാനം അല്ലെങ്കിൽ അവസാനമുള്ള സ്ഥാനം. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ഓഫ് പൊസിഷന് വേണ്ടിയിട്ട് കണക്കാക്കത്തുള്ളൂ. അല്ലാതെ ഒബ്ജക്റ്റ് എത്ര ദൂരം സഞ്ചരിച്ചു, ഏത് വഴി സഞ്ചരിച്ചു, ഇതൊന്നും നമ്മൾ അതിൽ കണക്കാക്കാറില്ല. എയിൽ നിന്ന് സിയിൽ എത്താനായിട്ടുള്ള ദൂരം എത്ര, അത് ഞാനിവിടെ അതിങ്ങനെ അളന്ന് നോക്കിയപ്പോഴത്തേക്ക് മൊത്തം 50 മീറ്റർ ആണ് എയിൽ നിന്ന് ബിയിലെത്താനുള്ള ദൂരം. അതാണ് ഇവിടുത്തെ ചേഞ്ച് ഓഫ് പൊസിഷൻ. നമുക്കറിയാം ഈ 40 20 ഇതിങ്ങനെ കറങ്ങിയാണ് വരുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഷോർട്ടസ്റ്റ് പാത്ത്. 2 പൊസിഷൻ തമ്മിലുള്ള 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ അളന്നു കഴിഞ്ഞാൽ അത് 50 മീറ്റർ ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത്. ഏറ്റവും കുറുക്ക് വഴി എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ഇതിനൊരു പേരുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് വെച്ചാൽ തന്നെ പൊസിഷന് ചേഞ്ച് വരിക എന്നാണ്, സ്ഥാനം മാറ്റുക എന്നാണ് ഡിസ്പ്ലേസ് ചെയ്യുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് മലയാളത്തിൽ നമുക്ക് സ്ഥാനമാറ്റം അല്ലെങ്കിൽ അന്തരം എന്ന് വെച്ചാൽ അകലം, സ്ഥാനം എന്താണെന്ന് അറിയാം. അപ്പോൾ ആദ്യത്തെ സ്ഥാനവും ഇപ്പോഴത്തെ സ്ഥാനവും തമ്മിലുള്ള അന്തരം, അതിനെ നമ്മൾ മലയാളത്തിൽ സ്ഥാനാന്തരം എന്ന് പറയും. അതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെക്കുക.